യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം 2 പ്രാർത്ഥനക്കാരെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഉപമയാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും തിരുവനന്തപുരത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ പഠിപ്പാൻ ഒരവസരം തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ 2 പ്രാർത്ഥനക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി തുലനം ചെയ്ത് കർത്താവിൻ്റെ ജീവിതത്തിന് യോഗ്യമായി ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ പലതരത്തിലുള്ളതായ ഉപമകൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. അതേ ഓരോ ഉപമകളിലും അടങ്ങിയിരിക്കുന്നതായ നിത്യസത്യങ്ങൾ അവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ചില വ്യത്യസ്ത മനോഭാവമുള്ള മനുഷ്യരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, ചുങ്കക്കാർ, പാപികൾ എന്നീ പറയപ്പെട്ട നിലയിൽ അവർ ഓരോ ക്ലാസ്സുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതേ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവർ തിരുവചനവുമായിട്ട് വളരെ ഈഴാർന്ന്, അതായത് ദേവാലയ ശുശ്രൂഷകളുമായി ഈഴാർന്ന് അത് വലിയ മുതിർന്നവരാണ് എന്നും, അതുപോലെ തന്നെ ചുങ്കക്കാരും പാപികളും അത് അവർ ദൈവത്തിൽ നിന്നും അത് ദൈവമില്ലാത്തവരാണെന്നുള്ളതായ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു മനോഭാവം ഉണ്ടായിരിക്കെ അതേ യേശുക്രിസ്തു അതേ തൻ്റെ നേരത്തെ പഠിക്കുകയുണ്ടായല്ലോ, അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ തന്നെ പറയുണ്ടായി പ്രാർത്ഥിക്കാൻ പോയ 2 വ്യക്തികളെക്കുറിച്ച്. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ആണ്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ ഞാൻ താഴോട്ട് വായിക്കുകയാണ്. പരീശൻ നിന്നുകൊണ്ട്, അതായത് 2 പേർ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിൽ പോയി. പരീശൻ നിന്നുകൊണ്ട്, പരീശൻ ചുങ്കക്കാരനും പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വർഷം ഉപവസിക്കുന്നു, നെടുന്നിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയായവനോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അതെ, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവെല്ലാം ഉയർത്തപ്പെടും എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതായ ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ച് മനസ്സിലാക്കുന്നത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേ പ്രാർത്ഥനാശീലം എല്ലാവർക്കും നല്ലതാണ്. എന്നാൽ പ്രാർത്ഥനാശീലത്തിൽ നമ്മുടെ ജീവിത രീതി എപ്രകാരമാണ്? പലപ്പോഴും ദൈവത്തോട് തുല്യമായ സമാന നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത വ്യക്തി എന്നുള്ള ഒരു പ്രവണത പരീശന്മാർക്കുണ്ടായിരുന്നത് പോലെ ഉള്ള ജീവിത അനുഭവമാണ്. അതായത് നാം സ്വയമായിട്ട് പുകഴ്ത്തി, സ്വയമായിട്ട് നാം ഉൾക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സന്തുഷ്ടരായി കഴിയുകയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പലപ്പോഴും പുറമേയുള്ളതായ നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്താണ്? എന്നാൽ അകമേയുള്ള മനുഷ്യൻ എങ്ങനെയുള്ളവരാണ്? പുറമേയുള്ള മനുഷ്യനെക്കുറിച്ച് മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്നാൽ അകമേയുള്ളതായ മനുഷ്യനെക്കുറിച്ച് കാണുന്ന ഒരു വ്യക്തിയുണ്ട്, ആ ദൈവമാണ്. ആ ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മെ നല്ലവരായി നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയും ചെയ്യാനൊക്കെ പോകുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടത്, അതായത് ഈ പരീശൻ തന്നെത്താൻ ഉയർത്തി, ഞാൻ ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ അങ്ങനെയുള്ളവരെ പോലെ അല്ല, ഞാൻ എൻ്റെ ലഭിച്ചതിലൊക്കെയും ഞാൻ പതാരം കൊടുക്കുന്നു, 2 ഉപവസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയും ചെയ്യുന്നതായ വ്യക്തി അതെ വളരെ ഉന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്താണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ഈ പ്രാർത്ഥനയിൽ അതേ ചുങ്കക്കാരനോ ദൈവത്തോട് അതെ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായവനോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചൊരു അനുഭവമാണ്. അപ്പോൾ അതുപോലുള്ളൊരു അനുഭവത്തിൽ ഇവിടെ സംഭവിച്ചതെന്താണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് നാം കാണുകയുണ്ടായി. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യ പ്രവണതകൾ നമുക്കിവിടെ കാണുവാനൊക്കെ സാധിക്കും. അതെ, ഓരോ മനുഷ്യ ജീവിതത്തിലും അവരുടേതായ പലതരത്തിലുള്ള പ്രവണതകളുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യൂദാ ഇസ്കാരിയോത്തെ അവൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി.
എന്നാൽ പത്രോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു, വളരെ മുതിർന്ന ഒരു ശിഷ്യനായിരുന്നു. പക്ഷേ താൻ പെട്ടെന്ന് എടുത്തുചാട്ടക്കാരനായ പത്രോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എടുത്തുചാട്ടക്കാരനായ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കീഴിൽ വളരെ ശുഷ്കാന്തിയുള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നതിന് ഉള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതം പലപ്പോഴും അതേ ഈ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പാഠത്തിൽ ലഭിക്കുന്നത് പോലെ ചിലപ്പോൾ എടുത്തുചാട്ടക്കാരനായ പത്രോസ് ഒരു പരീശനെ പോലെ ജീവിക്കുമായിരുന്നു. എന്നാൽ അവനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി. അതായത് യേശുക്രിസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുവെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, യേശു അവരോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എഴുതിയിരിക്കുന്നതല്ലോ. പത്രോസ് അവനോട് ഞാൻ എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. അതെ, ഈ പത്രോസിനെക്കുറിച്ച് പിന്നീട് നാം പഠിക്കുന്നുണ്ട്. ഈ പത്രോസിനെക്കുറിച്ച് കർത്താവ് പറയുകയുണ്ടായി, നീ കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം എന്നെ തള്ളിക്കളയും, അപ്പോൾ ഒരിക്കലും താൻ ചെയ്യുകയില്ല എന്ന് കർക്കശമായിട്ട് പറഞ്ഞ പത്രോസിൻ്റെ ജീവിതം നാം പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. അവന് യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയുവാൻ വേണ്ടി പതിയെ അവരുടെ കൂടെ കൂടി. ആ അവസരത്തിൽ താൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ താൻ ഇവൻ നസ്രയനായ യേശുവിൻ്റെ കൂടെ ഉള്ളവനെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു സാഹചര്യത്തിലും പറഞ്ഞു. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ 3 സാഹചര്യത്തിലും ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ അവസരത്തിൽ യേശുക്രിസ്തു അവനെ നോക്കി. യേശുക്രിസ്തുവായുള്ള അവൻ്റെ ആ കാഴ്ചപ്പാടിൽ അവന് മനസ്താപമുണ്ടായി. താൻ ഇത്രമാത്രം വലിയ ശക്തനായിട്ട് നിന്ന, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഉള്ള താല്പര്യമൊക്കെയും കാണിച്ച ആ പത്രോസ് ഇടറിപ്പോയി എന്ന് ഉള്ള യേശുക്രിസ്തുവിൻ്റെ വചനം തൻ്റെ ജീവിതത്തിലൂടെ നിവൃത്തിയായി. എന്നാൽ താൻ പിന്നീട് മാനസാന്തരപ്പെട്ടു. താൻ താഴ്ത്തിയത് തൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, വിലയിരുത്തുവാൻ ആ പത്രോസിന് സാധിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഒരു അവസരത്തിൽ, പ്രത്യേകിച്ച് ഉയർപ്പിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു അവനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ്റെ പുസ്തകത്തിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 21-15 മുതൽ 17 വരെയുള്ള വാക്ക് ഞാൻ പ്രകാരം വായിക്കുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നില്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറയുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല, മൂന്നാമതും അവനോട് ചോദിച്ചു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ അത്രമാത്രം പറയുവാൻ തക്കവണ്ണം, അവനെ വിശ്വാസത്തിൽ ഉറപ്പിപ്പാൻ തക്കവണ്ണമാണ് ദൈവം പ്രവർത്തിച്ചത്, യേശുക്രിസ്തു പ്രവർത്തിച്ചത്. അപ്പോൾ യേശുക്രിസ്തു മാനസാന്തരപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും അംഗീകരിപ്പാൻ തക്കവണ്ണം തയ്യാറാണ്. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദാനിയേൽ പ്രവാചകൻ 12-ാമത്തെ അധ്യായത്തിൽ 10 പറയുന്നത്, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന ചെയ്യും. അതിനൊരു ഉദാഹരണമായി പത്രോസിനെ വേണമെങ്കിൽ കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവസന്നിധിയിൽ താൻ താഴ്ത്തുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ അംഗീകരിക്കുന്നു. ആ ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മെ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഞാൻ പാപിയായ മനുഷ്യനെന്ന് അംഗീകരിപ്പാൻ തക്കമുള്ള ഒരു പ്രവണത ഉണ്ടാകണം. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിവർത്തിപ്പാൻ തക്കവണ്ണം നിവർത്തിക്കും. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ 1:9 വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറപടിയായിട്ട് നിറവേറുകയാണ്. നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. അതാണ് ആ ചുങ്കക്കാരൻ ചെയ്തത്. അവൻ പാപിയാകുന്നു എന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഉള്ളൊരു മനോഭാവം ഉണ്ടായി. അത് പലപ്പോഴും ആ ഒരു മനോഭാവം ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പാപിയോ? ഞാൻ ഒരിക്കലും പാപിയല്ല, എന്നെപ്പോലെ നീതിമാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആ പരീശനെ പോലെയാണ്. അയ്യോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അതുപോലെ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, കാണിക്കൽ കൊടുക്കുന്നുണ്ട്, അന്നദാനം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവിക അല്ലെങ്കിൽ സഭാപരമായുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയാണ്.
അതൊക്കെയും നാം ചെയ്യുമ്പോൾ ഓർത്തു പോകണം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ധനവാനായ ഒരു ചെറുപ്പക്കാരൻ ചെന്നതായ സാഹചര്യം. അതെ, അവൻ ചെന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഗുരുവെ, ഞാൻ എന്ത് ചെയ്യണം? അത് നീ 10 കൽപ്പന അനുസരിക്കുക, ഞാനിതെല്ലാം എൻ്റെ ചെറുപ്പത്തിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ നീ നിൻ്റെ വസ്തുക്കളെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതവനെ ബുദ്ധിമുട്ടിച്ചു, അതവന് പ്രയാസമുണ്ടാക്കി. അതുപോലെയാണ് പലരും. അതായത് സ്വാർത്ഥതയെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. അതേ, സ്വന്തം കാര്യങ്ങളെ ദൈവത്താൽ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളുണ്ട്. എന്നാൽ അതൊക്കെയും വെടിഞ്ഞിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എങ്ങനെയുള്ളവനാണ്? വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് പറയുന്നു. ആയതുകൊണ്ട് വീണ്ടും പ്രവചനത്തിൽ നാം വായിക്കുന്നു, ജെരമായ പ്രവാചകൻ 3:13 ഞാൻ വായിക്കുന്നു, ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടും എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് 36:25, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ഈ വാഗ്ദാനങ്ങൾ നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം എങ്ങനെയുള്ളവനാണ്? വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതെ, പലപ്പോഴും മനുഷ്യരുടെ പ്രവണതയിലെ മനുഷ്യൻ്റെ ജീവിത ശൈലികൾ ഞാൻ വലിയവനാണ്, ഞാൻ ഉന്നതനാണ്, അല്ലെങ്കിൽ പരീശന്മാരെ പോലെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഉന്നതനായ വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്താഗതികൾ നമ്മെ ഭരിക്കാറുണ്ട്. അതൊക്കെ നമ്മെ എവിടേക്കാണ് നയിക്കുന്നത്? നമ്മെ അന്ധകാരത്തിലേക്ക്, നിത്യ നരകത്തിലേക്കാണ് നയിക്കുന്നത്. ആയതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി ജീവിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മോട് അനുശാസിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ഈ ഉപമകളൊക്കെയും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തെ മാലിന്യത്തിൽ നിന്ന് മാറ്റി, അതായത് നിർമ്മലമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി. ദൈവം കരുണയുള്ളവനാണ്, ദൈവം കോപം സംഗ്രഹിക്കുകയില്ല, ദൈവം നമുക്ക് വേണ്ടി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് നാം എളിമയുള്ളവരാണോ, നാം താഴ്മയുള്ളവരാണോ? ആ പാപിയായ മനുഷ്യനെ പോലെ അല്ലയോ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഞാൻ പാപിയാകുന്നതിനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനുള്ള ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടോ? നമ്മുടെ ചിന്തയെ ഭരിക്കുന്ന ഒരു കാര്യമാണ്. വെളിപാടുകാരനായ യോഹന്നാൻ തൻ്റെ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ ഇപ്രകാരമാണ് കരുതുന്നത്. എന്താണ്? ഞാൻ മുമ്പേ ഇത് വായിച്ചതാണ്, നേരത്തെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ നിൻ്റെ അവസ്ഥ എന്താണ്? നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടത് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പോൾ തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? അത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ആത്മീയ പ്രബുദ്ധതയ്ക്ക് വേണ്ടിയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുമാണ്. ആയതുകൊണ്ട് ഇവിടെ ഇത് കൂടുതൽ വിവരിക്കുകയാണെങ്കിൽ, നാം കരുതുന്നത് ഞാനെന്താണ്? ധനവാനാണ്. പക്ഷേ ദൈവവചനം പറയുന്നത് എന്താണ്? നീ ദരിദ്രനാണ്. അതുപോലെ എനിക്കൊന്നിനും കുറവില്ല. പക്ഷേ ഇവിടെ പറയുന്നത് നീ ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്. അതായത് നമ്മുടെ വിചാരം, എനിക്ക് പണമുണ്ട്, എൻ്റെ പോക്കറ്റിലെല്ലാം പണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഒത്തിരി ഉണ്ട്. ആ ചിന്താഗതി ശരിയല്ല. കാരണം നമ്മുടെ ബാങ്ക് ബാലൻസുകളെല്ലാം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകും. നാം ഒന്നുമില്ലാത്തവനായി തീരും. ആയതുപോലെ തന്നെ നാം അരിഷ്ടനാണ്, നമ്മൾ കുറവുള്ളവരാണ്. അതുപോലെ തന്നെ നഗ്നനാണ്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപാകെ കോട്ടിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ എൻ്റെ ഉള്ളിലുള്ളതായ നഗ്നത ആര് കാണുന്നു? ദൈവം കാണുന്നു. അതുപോലെ തന്നെ എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അതൊക്കെയും പറയുന്നതാണ്, നീ സമ്പന്നനാകേണ്ടതിന് ഊതിക്കഴിച്ച പൊന്ന്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം. അതാണ് ഏറ്റവും വിലതീരാത്തതായ നീതിയിലൂടെയൊക്കെയും നാം പഠിച്ചത്. ആയതുകൊണ്ട് ആ പൊന്നും അതുപോലെ നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, അതായത് കർത്താവായ യേശു ക്രിസ്തു നൽകുന്നതായ നീതിயின் വസ്ത്രം ധരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ താഴ്ത്തണം.
അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ എല്ലാറ്റിലും വഴി തെളിക്കുന്നത് ആയതുകൊണ്ട്, എല്ലാ സത്യത്തിലും വഴി നടത്തുന്നത് ആയതുകൊണ്ട് അതിൽ പങ്കാളികളായി തീരുവാണ്ടക്കവണ്ണമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ കണിശമായിട്ടും ഈ പ്രസംഗം നിങ്ങളുടെ ആത്മജീവിതത്തിന് ഉതകുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് തിരുവചനം വീണ്ടും അനുശാസിക്കുന്നത്, അതായത് ഗലാത്യ ലേഖനം 6:14 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഓരോരുത്തൻ തന്താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല അനുഭവത്തിനും നമുക്ക് നിദാനമായിരിക്കുന്നത് തിരുവചനമാണ്. അതായത് തിരുവചനത്തിൽ എന്ത് അനുശാസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായല്ലോ. ഒരു ഉദാഹരണം പറയുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമില്ല, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അത് വളരെ അധികം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതായത് അതിനെക്കുറിച്ച് പറയുന്നത്, വി ഷാൽ നോ ദാറ്റ് അവർ സഫിഷ്യൻസി ഈസ് ഇൻ ക്രൈസ്റ്റ് എലോൺ. അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ അനവധിയായ മിഷൻ ട്രിപ്സ്, അതായത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ 3 മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. അതേ താൻ്റെ ഓരോ യാത്രയിലും പലതരത്തിലുള്ളതായ കഷ്ടതകൾ അനുഭവിച്ചു. അതുപോലെ തന്നെ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെയും തനിക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എഴുത്തുകാർ പറയുന്നത് തൻ്റെ കണ്ണിനുള്ള പ്രശ്നമായിരുന്നു എന്ന് പറയാറുണ്ട്. എന്തായിരുന്നാലും അത് മാറ്റിക്കിട്ടുവാനൊക്കെ അപ്പോസ്തലനായ പൗലോസ് പലവട്ടം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ ഇതിലൊക്കെയും തനിക്ക് യേശു ക്രിസ്തു മതിയായവൻ, അല്ലെങ്കിൽ സകലം, അതായത് കഷ്ടതയും പ്രയാസവും ചപ്പും ചവറുമായിട്ട് എണ്ണിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമമായി അല്ലെങ്കിൽ പരമോന്നതമായ സ്ഥാനം യേശു ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് എന്തു തന്നെ വന്നിരുന്നാലും ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാനുള്ളതായ ഒരു പ്രവണത ഈ അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. താൻ റോമാലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നിൽ നന്മയൊന്നുമില്ല, പിന്നെയോ ആരാണ്? യേശു ക്രിസ്തുവാണ് എല്ലാറ്റിനും എൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം. അതുകൊണ്ടാണ് പറയുന്നത്, ഫോർ എവ്രി വൺ ദാറ്റ് എക്സോൾട്ടത്ത് ഹിംസെൽഫ് ഷാൽ ബി അബേസ്ഡ്, ബട്ട് ഹി ദാറ്റ് ഹംബ്ലത്ത് ഹിംസെൽഫ് ഷാൽ ബി എക്സോൾട്ടഡ്. അതായത് തന്നെത്താൻ ഉയർത്തുന്നതൊക്കെയും താഴ്ത്തപ്പെടും, എന്നാൽ യേശു ക്രിസ്തുവിൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതൊരു ആപ്തവാക്യമാണ്. ആയതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും എങ്ങനെ ഉണ്ട് എന്ന് പരിശോധിപ്പാൻ തക്കവണ്ണമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഓരോരുത്തരും താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് കടന്ന് ചിന്തിക്കുക. കാരണം പലപ്പോഴും വ്യക്തി ജീവിതം 2 തരത്തിലുള്ളതാണ്. അതായത് നാം പുറമേ കാണുന്ന ഒരു ജീവിതം, എന്നാൽ നമ്മുടെ അകത്തുള്ളതായ ജീവിതം. എന്നാൽ പുറമേയുള്ള ജീവിതം മനുഷ്യർ കാണുന്നുണ്ട്, എന്നാൽ അകമേയുള്ള ജീവിതം ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ആ ദൈവവുമായിട്ടാണ് നാം കണക്ക് തീർക്കേണ്ടത്. ആയതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തനകൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. നാം പറയുന്നത് ഈവൻ നമ്മുടെ മനസ്സിൻ്റെ നിലവുകളെക്കുറിച്ച് കണ്ടുപിടിക്കുന്നതിനുള്ളതായ പരിശ്രമങ്ങളൊക്കെയും ഇന്ന് ഈ ശാസ്ത്രീയ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ അത് സാധിച്ചിട്ടില്ല, അതിനൊരു രേഖ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് എന്തറിയാം? നമ്മുടെ ആന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുവാനും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഓരോ തോട്ടും, അതായത് ഓരോ ചിന്തകളും അവിടെ രേഖപ്പെടുത്തുന്നതായ സംവിധാനം ദൈവത്തിനുണ്ട്. ആയതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടവരാണെന്നുകൊണ്ട് സ്വയമായിട്ട് പുകഴ്ത്തുകയല്ല. മുമ്പേ നാം ഇതിൻ്റെ തുടക്കത്തിൽ പരീശനായ വ്യക്തി പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ തന്നെത്താൻ ഉയർത്തി, അല്ലയോ ദൈവമേ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മറ്റവനേക്കാളിലും വ്യത്യസ്തനാണ് എന്ന് ഒരു താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെത്താൻ ഉയർത്തുന്ന ഒരു അനുഭവമല്ല. പിന്നെയോ പാവിയായ മനുഷ്യൻ മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാനുള്ളതായ അതായത് നോക്കുവാൻ അവന് കഴിവില്ല. അതായത് അത്രമാത്രം തന്നെത്താൻ താഴ്ത്തി
ആയതുപോലെ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് തനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ കൊണ്ട് സാധിച്ചത്. എങ്ങനെയാണ്? അതായത് പ്രാർത്ഥനാശീലമുള്ളവരായിരുന്നു. അത് മാത്രമല്ല, ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെത്താൻ താഴ്ത്തി അതേ ജീവിച്ചു. അപ്പോൾ ഇതൊക്കെയും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവചന അധ്യായങ്ങളിൽ നാം പഠിക്കുക, മനസ്സിലാക്കുക. അതേ ആയതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളാൽ ഉയർത്തപ്പെടുവാനൊക്കെ വേണം. അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥിക്കണം? അതേ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി, അതേ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ദൈവമാണ് എനിക്ക് എല്ലാറ്റിനും കാരണക്കാരൻ, അല്ലെ ദൈവത്താൽ എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് വേദപുസ്തക വ്യക്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ജീവിക്കുക. അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതേ താൻ സ്വയമായിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അവൻ മാറി അതേ യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചു. തൻ്റെ ഇടത്തോടുകൂടി തിരുവചനം അനുശാസിപ്പാനുള്ളതായ ഒരു ശക്തി അവനുണ്ടായി. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഈ ശക്തി തരുന്നത്. നമ്മുടെ കൈയുടെ മസിലല്ല, അല്ലെങ്കിൽ നമ്മുടെ കായിക ബലമല്ല, പിന്നെയോ തിരുവചനം, ദൈവത്തിൻ്റെ ആത്മാവ്. അത് നമ്മുടെ ജീവിതത്തിന് നമ്മെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മെ ശക്തന്മാരാക്കി തീർക്കുവാൻ തക്കവണ്ണം, മല്ലന്മാരാക്കി തീർക്കുവാൻ തക്കണം. ഇതൊക്കെയും നല്ല നല്ല വാക്യങ്ങളാണ്. കാരണം ഇവരൊക്കെയും ദൈവത്തിന് വേണ്ടി മല്ലന്മാരായി ജീവിച്ചവരാണ്. എബ്രായ ലേഖനം 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതേ കഷ്ടത, കല്ലേറ്, അടി, പിടി, അല്ലെങ്കിൽ പലതരത്തിലുള്ളതായ കാര്യങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും അവരുടെ വിശ്വാസം തളർന്നു പോയില്ല. നാം ഈ കാലത്ത് ജീവിച്ചിരിക്കുകയാണ്. നമുക്ക് വിശ്വാസം തളരുവാനുള്ള അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം അത് 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു വിശ്വാസമുള്ളവരായി, വിശ്വാസത്തിൻ്റെ പട്ടികയിൽ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ നാമും ഉൾപ്പെട്ട് കാണുവാൻ തക്കവണ്ണം നാം ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെയും നമ്മെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ സമർപ്പിക്കുക. കാരണം ദൈവം നമ്മെ ഉയർത്തും. അതേ സമയം ദൈവം നൽകിയിരിക്കുകയാണ്. ചിലപ്പോൾ കഷ്ടപ്പാടിൻ്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ ദൈവം എന്ത് ചെയ്യും? വിടുതൽ തരും. കാരണം ദൈവം നമുക്ക് എല്ലാം തരുവാൻ തക്കവണ്ണം സ്വർഗം തന്നെയും ഈ ഭൂമിയിലേക്ക്, അതായത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യരായതിന് ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥനാശീലമുള്ളവരായി തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി നൽകിയിരിക്കുന്നതായ ഈ തിരുവചന ഭാഗങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഉപമകൾ ഞങ്ങൾക്കൊരു പാഠമായി നിത്യരായതിൻ്റെ ഓഹരിക്കാരാക്കി തീർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയുടെവിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. അതേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക. ആയതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അനേക ചെറു ഗ്രന്ഥങ്ങളും CD-കളുമുണ്ട്. അതൊക്കെയും അയച്ചു തരുവാൻ തക്കവണ്ണം, സൗജന്യമായി തരുവാൻ തക്കവണ്ണം ഞങ്ങൾ സൗകര്യപ്പെടുത്തുന്നതാണ്.